അത് കഴിഞ്ഞിട്ട് ശരിക്കും അന്ന് താന്തൂന്നി പുതിയ മുഖം കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമ എന്ന രീതിയിൽ ഒരു വാർത്ത എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. അന്ന് തന്നെ ഭയങ്കര ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ശരിക്കും ആ ഒരു സംഭവം ഈ പറഞ്ഞ പുതിയ മുഖത്തിന് മുമ്പായിരുന്നോ പുതിയ മുഖത്തിന് ശേഷമായിരുന്നോ ആ ഒരു സബ്ജക്റ്റിലേക്ക് ശരിക്കും അന്ന് ലാൻഡ് ചെയ്തത്? പുതിയ മുഖം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് തുടങ്ങിയ സിനിമ കാക്കി എന്ന് പറഞ്ഞ സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നു പൃഥ്വിരാജുമായിട്ട്. വാസ്തവം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കാക്കി വർക്ക് ചെയ്യുമ്പോഴാണ് പൃഥ്വിരാജിനോട് ഞാൻ എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയാം. പടം ചെയ്യണമെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ഇതിൽ തന്നെ അദ്ദേഹം ക്ഷയിക്കേണ്ടി വരും. അവിടെ നിന്നാണ് നമ്മളൊരു സിനിമ അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ. കഥയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, സിനിമ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം. അത് കഴിഞ്ഞൊരു കഥ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഷാഹിദിന്റെ ഒരു കഥയായിരുന്നു. ആ കഥ അദ്ദേഹം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഷാഫി സാറിന്റെ ചോക്ലേറ്റ്സ് അല്ല അതിനു മുമ്പ് ലോലിപോപ്പ് ചെയ്തു. അപ്പൊ ലോലിപോപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കഥ പിന്നെ അദ്ദേഹത്തിന് ഫിറ്റ് അല്ലാവും. അങ്ങനെയാണ് നമ്മൾ താന്തോന്നിയുടെ കഥ പറയുന്നത്. താന്തോന്നിയുടെ കഥ പറയുമ്പോൾ തന്നെ ആ സമയത്തേക്ക് അദ്ദേഹം അപ്പൊ ഈ പുതിയ മുഖമൊക്കെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. റോബിൻഹുഡ് അതെ അല്ല താന്തോന്നിയുടെ കഥ പറയുന്നത്. അതിനുശേഷം നമ്മൾ തിരക്കഥയെല്ലാം കഴിഞ്ഞ് തിരക്കഥ വായിക്കുന്നത് ശരിക്കും റോബിൻഹുഡിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതെ റോബിൻഹുഡ് കഴിഞ്ഞ തന്നെ നമ്മൾ അതിലേക്ക്. അതില് ഷെയ്ൻ നിഗം ഉണ്ട് അല്ലെ? പൃഥ്വിരാജിന്റെ ചെറുപ്പം ഷെയ്ൻ നിഗമിന്റെ ആദ്യത്തെ പടമല്ലേ അതിങ്ങനെ? എനിക്കൊരു അബി അഭിനയിച്ചിട്ടുണ്ട്. അബിക്ക് അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു നെഗറ്റീവ് റോളാണ് ശരിക്കും ആ സിനിമയിലേക്ക് ആദ്യം വരുന്നത്. അബിക്കാണ് പറഞ്ഞത് എനിക്ക് ഒരു മോനുണ്ട്. അപ്പൊ നമ്മള് പൃഥ്വിരാജിന്റെ ചെറുപ്പം ചെയ്യാൻ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബിക്ക് തന്നെയാണ് പറഞ്ഞത് എന്റെ മോനെ നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മള് ഇന്നത്തെ ജനറേഷനിൽ പലർക്കും അറിയില്ല അല്ലെ? അതിന് ഷെല്ലിബാ സിനിമയിൽ അഭിനയിച്ചത് പലർക്കും അറിയില്ല. എങ്ങനെ കാണുന്നു ഇപ്പൊ ഷെയ്ന്റെ ഒരു വളർച്ച? അന്ന് വിചാരിച്ചിരുന്നോ ഇങ്ങനെ? ഷെയ്ന്റെ മാത്രമല്ല, ഷെയ്ൻ നല്ല ഡാൻസർ ആയിരുന്നു അന്ന് അല്ലെ? അന്ന് അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുന്ന അല്ല ശരിക്കും അന്ന് റിയാലിറ്റി ഷോസിലൊക്കെ. പക്ഷെ എനിക്ക് അബിക്ക് കൊണ്ട് പരിചയപ്പെടുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷെയ്നെ കൂടുതൽ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് നമ്മുടെ പടത്തിനകത്ത് ആ ഇമോഷണൽ ഏരിയ ഒക്കെ അഭിനയിച്ചപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഇയാൾ നാളെ ഒരു ഗംഭീര നടനായി വരും എന്നുള്ള ഉറപ്പായിരുന്നു. അതില് സീൻസ് ഒക്കെ ഇപ്പോഴും ട്രോളിലും റീലൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ നമുക്കറിയാം ഒരു സിനിമയൊക്കെ കഴിയുമ്പോൾ തന്നെ ഡയറക്ടേഴ്സ് ഒക്കെ സെലിബ്രിറ്റീസ് ആണ്. ഇന്ന് എല്ലാവരും സ്വയം വർക്ക് നടത്തുന്നതാവാം, പക്ഷെ ഇത്ര വലിയൊരു പടം ചെയ്ത ആളാണ് ചേട്ടൻ. ഇപ്പോഴും എറണാകുളത്ത് സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ കാണാം. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല ഇന്ന ആളാണെന്ന്. ഞാൻ ചോദിച്ചാൽ അതങ്ങനെയാണോ? ക്യാരക്ടർ അങ്ങനെയായിട്ടോ? അത് പൊതുവേ നമ്മൾ ഈ മലബാറുകാരൻ കൂടെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പൊതുവെ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കണ്ടേണ്ട്. അല്ല ഇന്നിപ്പോ അറിയാലോ, ഇന്നിപ്പോ ഒരു റൈറ്ററോ ഒരു ആരും ആയിക്കോട്ടെ സിനിമയ്ക്ക് അത് സ്ക്രീനിന് മുമ്പുള്ള നമ്മള് താരങ്ങളെ പോലെ തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിന്നെ നിൽക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇതായിരിക്കാം. കുറച്ച് നേരത്തെ പോയി തോന്നുന്നുണ്ടോ സിനിമയിൽ? അങ്ങനെയല്ല, സെൽഫ് പ്രൊമോഷനും എല്ലാം ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണ്. നമ്മളതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഈ എന്റെ അടുത്ത് ഈ പറഞ്ഞ ടി എ ഷാഹിദ് പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ധൈര്യം തന്നെയായിരുന്നു തോന്നുന്നു. നമ്മള് പലപ്പോഴും പറയാറുണ്ട്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് വേറെ കുറെ സിനിമകൾ വലിയ വലിയ സ്റ്റാർസിനെ വെച്ച് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു. നിങ്ങളെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. 18 വർഷം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. നിങ്ങൾ ഒരു എങ്ങനെയാ നാട്ടിലുള്ള പരിചയം? അടുത്ത നാട്ടുകാരാണ്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ഷൂട്ടിംഗ് കാണുന്ന പടം എന്ന് പറയുന്നത് ഗസൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അതെന്റെ നാട്ടിൽ ഷൂട്ടിംഗ് വന്നു. അതിനു മുമ്പേ ഞാൻ തിരക്കഥ എഴുതിയിട്ട് പല സംവിധായകരെ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്, കാരണം പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ആ സമയത്താണ് ഗസൽ വരുന്നത്. അപ്പോൾ ഗസലിന്റെ റൈറ്റർ ടി റസാഖാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഷാഹിദിനെ പരിചയം. ഷാഹിദ് ആ സമയത്ത് GS വിജയന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അദ്ദേഹം ഒരു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ ബന്ധം പെട്ടെന്ന് സുഹൃബന്ധത്തിലേക്ക്. പിന്നെ ഞങ്ങള് ഷാഹിദ് ഇങ്ങനെ കഥകൾ പറയും. അത് ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്ത് തിരക്കഥയാക്കും. ആ സമയത്താണ് ഷാഹിദിന് മത്സരം എന്ന് പറഞ്ഞ പടം എഴുതാനുള്ള അവിടുത്തെ നാട്ടിലെ പന്നിക്കട്ട ഹംസ അല്ലെ? കഥാപാത്രത്തിന്റെ. അപ്പൊ അത് പാലക്കാട് ഷൂട്ട് നടക്കുന്നു. നമ്മൾ അതിന്റെ എഴുത്തിലേക്ക് ഞാൻ ഷാഹിദിന്റെ കൂടെ കയറി പാലക്കാട് ഷൂട്ട് നടക്കുന്നു. അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബാലേട്ടന്റെ കഥ ലാലേട്ടന്റെ അടുത്ത് പറയാനുള്ള ചാൻസ്. ബാലേട്ടൻ ശരിക്കും നേരത്തെ നമ്മൾ എഴുതി വെച്ചിരുന്നു. അത് പിന്നീട് ലാലേട്ടൻ ഓക്കെ കഴിഞ്ഞപ്പോൾ ലാലേട്ടനിലേക്കുള്ള മാറ്റം രീതിയിലേക്ക് മാറി. ഇനിയിപ്പോ ICU എന്തായാലും തിയേറ്ററിൽ ഇറങ്ങി. ഇനിയിപ്പോ എന്തായാലും ഇനിയൊരു ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കില്ലേ? ഇനി അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലെ? ഇപ്പൊ എങ്ങനെ ഈ പറഞ്ഞ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മമ്മൂക്ക മുതലല്ലേ ഇപ്പൊ ഷെയ്ൻ നിഗം ഇവരുള്ള ആളുകളോട് വർക്ക് ചെയ്തു. ഇനിയിപ്പോ അടുത്തൊരു പ്രൊജക്ട് ആലോചിക്കുമ്പോ ഇനി എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവരും നമ്മൾ പലപ്പോഴും താന്തോന്നി കഴിഞ്ഞിട്ട് പലരുടെ അടുത്ത് കഥ പറയാൻ ചെല്ലുമ്പോൾ താന്തോന്നി പോലൊരു സിനിമ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നത് താന്തോന്നി ഒരു മാസ് സിനിമയായിരുന്നു. ICU ഒരു ത്രില്ലർ മോഡുള്ള സിനിമയാണ്.
അടുത്തത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സബ്ജക്ട് ചെയ്യണം എന്നുണ്ട്. ഇങ്ങനൊരു കോമഡി ഒക്കെ ചെയ്യാൻ കോമഡി തന്നെയാണ് മനസ്സിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. കോമഡി ഫാമിലി മിക്സ് ഫുൾ ത്രൂ ഔട്ട് ഹ്യൂമർ. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ എന്തായാലും ഇപ്പൊ ICU ഇപ്പൊ തിയേറ്ററിലുണ്ട്. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ICU തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഒരു സംവിധായകൻ പറയുന്നതിന് അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ഇദ്ദേഹം പടം കണ്ടു തന്നെയാണ്. ഇദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അതായത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു 2 മണിക്കൂർ എന്റർടൈനർ ആണ് ICU. നിങ്ങൾ മുടക്കുന്ന കാശിന് നിങ്ങൾക്ക് വർത്തായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി, അല്ല ICU എന്ന് പറയുമ്പോൾ നമുക്ക് ICUന്റെ ഒരു ഫുൾ ഫോം അറിയാം. ഈ സിനിമയുടെ അവസാനം ICUന്റെ ഒരു ഫുൾ ഫോം കാണിക്കുന്നുണ്ട്. അത് ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള എന്തെങ്കിലും ഒരു സാധനമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഇനി ഇതായിരിക്കും, ഇനി അങ്ങനെ ആയിരിക്കാൻ പോകുന്നത്. കാരണം കുറെ ചോദ്യങ്ങൾ ഇട്ടിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അതിന്റെ അവസാനം വരുന്ന അവസാനത്തെ ഫ്രെയിം വരെ ഇന്നലെ എന്നോട് പടം കണ്ട ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു അതിന് ശേഷം എന്താണ്. ഞാൻ അതിന് ശേഷം എന്താന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.